ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു. ടെക്നോ പോവ 6 Pro 5G എന്ന പേര്. ഈ ഒരു സ്മാർട്ട് ഫോണിന് കുറെ പ്രത്യേകതകളുണ്ട്. അതായത് ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ആർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഒക്കെ കാണാം. അതുപോലെ 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. എങ്കിലും വലിയ തിക്നെസ് ഒന്നുമില്ല. അങ്ങനെ നിരവധി പ്രത്യേകതയുള്ള ഒരു ഫോണാണ്. 5G സ്മാർട്ട് ഫോണാണ്. എന്തായാലും നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്ത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് നോക്കാം. ഈ ഒരു ഫോണിനെ പറ്റി ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഇതിന്റെ ഒരു ഡിസൈനിനെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടി വന്ന ഇവരുടെ തന്നെ സിസ്റ്റർ കൺസേണിന്റെ മറ്റൊരു ഫോണുണ്ട്. അതായത് ഇൻഫിനിക്സിന്റെ GT10 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അത് പറയുന്നതിനകത്ത് നമുക്ക് ഒരു മടി വിചാരിക്കും. കാര്യം വെച്ചാൽ GT10 Pro ഒരു വലിയ വിജയമായിരുന്നു എന്നതാണ് സത്യം. എന്തായാലും ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ടെക്നോ പോവ 6 Pro 5G വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ കൂടി കട്ട് ചെയ്ത് അൺബോക്സ് ചെയ്യാം. ഫോണിന്റെ ബോക്സിനകത്ത് ഫോൺ ഇവിടെ ഇതുപോലെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റാപ്പിനകത്ത് പോലും ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ സ്പെസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ മൊത്തത്തിൽ അറിയാമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്ക്രീൻ പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. അതിലേക്ക് വരാം. കൂടാതെ വേറെ ബോക്സിനകത്തുള്ളതെന്ന് പറയുന്നത് യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഇതിന്റെ ബാക്ക് കേസ് അടിപൊളിയായിട്ടുണ്ട്. അതായത് ഈ സൈഡിലെല്ലാം ആ ഒരു ഫോണിന്റെ കളർ തീമിന് ചേരും തരത്തിലുള്ള ഒരു അവക്കാഡോ കളറാണെന്ന് തോന്നുന്നു. ഗ്രീൻ കളർ വരുന്നു. ബാക്ക് കണ്ടില്ലേ, ട്രാൻസ്പാരന്റ് ആണ്. വലിയ ക്യാമറ കട്ടൗട്ട് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. കൊള്ളാം. കേസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടാതെ ഈ പറഞ്ഞതുപോലെ 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. 70 വാട്ടിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് 70 വാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഒരു വലിയ ചാർജറാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് കൊച്ചു ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ A to C കേബിളാണ് ചാർജിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ബോക്സിനകത്ത് ഈ പറയുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു അറേഞ്ച്മെന്റ് ഒരു സുഖമില്ല. വെറുതെ വാരിക്കോരി ഇട്ടിരിക്കുകയാണ്. ഇതായിരിക്കും സ്മാർട്ട് ഫോൺ. ആ ഒരു റാപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. യെസ്, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ GT10 Proയുടെ ഒരു അപരനായിട്ടാണ് ഇവർ ഈ ഒരു ഫോണിനെ ലുക്ക് വൈസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇൻഫിനിക്സിന്റെ GT10 Proയിലും ഇതുപോലെ ഈ ലൈറ്റ് സ്ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. GT10 Pro നമുക്ക് വന്നത് ഒരു സിൽവർ ബ്ലാക്ക് കളർ തീമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ നിന്നും ലുക്ക് ഈ ഒരു ഫോണിനാണുള്ളത്. ആ ഒരു പച്ച കളറൊക്കെ ഒരു രക്ഷയുമില്ലാത്ത സാധനം. ഇത് ഗ്ലാസ് ബോഡി അല്ല, ബട്ട് നമുക്ക് ഗ്ലാസ് ആണെന്ന് ഫീൽ ചെയ്തു പോകും. ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൈകൊണ്ടൊക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാഴ്ചയ്ക്കും ഗ്ലാസ് ആണെന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ഒരു ബോഡി. ഇതിന്റെ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മദർ ബോർഡിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണെന്ന് മനസ്സിലാവും. അല്ലേ, ആ ഒരു കോപ്പർ സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്ന കണക്കുള്ള ഒരു ഡിസൈൻ. അതുപോലെ മൊത്തത്തിൽ 3 ക്യാമറകളുണ്ട്. 108 മെഗാ പിക്സലിന്റെ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല കേട്ടോ. പിന്നീട് ഒരു AI ക്യാമറ, ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. അതുപോലെ NFC കോയിൽ ഉണ്ട് എന്നത് ഇവിടെ ഇങ്ങനെ NFC എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോണിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കാണുന്നത്. 6000 mAh എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ടെക്നോ പോവ എന്ന് പറയുന്ന ഫോണിന്റെ ആ ഒരു പേരും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ സൈഡും കണ്ടില്ലേ, ഗ്ലോസി ഫിനിഷ് ആണ് ഈ ഒരു സൈഡ് ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ബോക്സി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയില്ല. ഈ പറഞ്ഞ പോലെ വലേ സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേസും പവർ ബട്ടണും, താഴെ സ്പീക്കർ ഗ്രില്ലിൽ Type-C പോർട്ട് ഉണ്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്, അതുപോലെ ഇടത് സൈഡിലായിട്ടാണ് സിം ഡ്രൈവ്, മുകളിൽ ഇതുപോലെ വീണ്ടും ഒരു സ്പീക്കർ ഗ്രില്ല്, അതായത് ഒരു സ്റ്റീരിയോ ഫോൺ ആണ്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിം ട്രേ ഏത് ടൈപ്പ് ആണ് നോക്കാം. ഞാൻ ഇതിനകത്ത് ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ, എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോയി. ഇതൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. അതായത് ബാക്കിൽ ഒരു മെമ്മറി കാർഡ് ഇടാം, ഫ്രണ്ടിൽ 2 നാനോ സിം കാർഡുകളും ഇടാം. ആ തരത്തിലുള്ള ഒരു സിം സ്ലോട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് പോയിന്റ് വെച്ചിട്ട് ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടേ വരാവും. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരേണ്ട പ്രൈസ് പോയിന്റ് അല്ല. എന്തായാലും ഡിസൈൻ വൈസ് കൊള്ളാം. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്തതിന്റെ ഡിസ്പ്ലേയിലേക്ക് പോകാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ടെക്നോ എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അതിന് മുമ്പ് ഒരു കാര്യം, ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ എങ്കിലും ഇതിന്റെ തിക്നെസ് വളരെ കുറവാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 7.88 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ്. അതുപോലെ 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഫോണിന് അത്രയും വെയിറ്റ് കൂടിയിട്ടില്ല. 195 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ആർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്നതിനകത്ത് ആ ലൈറ്റ് തെളിയുന്നത് കണ്ടില്ലേ. ആ ഒരു ലൈറ്റ് സ്ട്രിപ്പിനെ പറ്റി പറഞ്ഞാൽ ആർക്ക് ഇന്റർഫേസ് എന്നാണ് ടെക്നോ ഇതിന് വിളിക്കുന്നത്. ഏകദേശം 200-ലധികമുള്ള ലൈറ്റുകൾ കൊണ്ടാണ് ആ ഒരു സ്ട്രിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. 100-ലധികം കസ്റ്റമൈസേഷൻ നമുക്ക് ഈ ഒരു ലൈറ്റിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ഡിസ്പ്ലേക്ക് നോക്കി കഴിഞ്ഞാൽ വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുള്ളൂ. ഒറ്റ നോട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. എപ്പോഴും ഒരു ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഇംപ്രസ് ചെയ്യുന്നതിന്റെ ഡിസ്പ്ലേ തന്നെയായിരിക്കും. അത് ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ ഓക്കെ ആണെന്ന് വേണം പറയാൻ. സെന്റർ പഞ്ച് ഹോളാണ് ഇത്തരത്തിൽ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. 3 സൈഡിലുള്ള ബെസലുകൾ നോക്കി വളരെ തിന്നാണ്. പക്ഷേ സാധാരണ ഫോണുകളിൽ മുകളിൽ ഇത്രയും ഒരു ബെസൽ സൈസ് വരാറില്ല. ഈ ഒരു ചിൻ എന്ന് പറയപ്പെടുന്ന താഴെയാണ് ബെസൽ സൈസ് കൂടുന്നത്. പക്ഷേ ഇവിടെ ചിന്ന് കുറവാണ്. പക്ഷെ മുകളിലാണ് ബെസലിന്റെ ഒരു സൈസ് ആവറേജ് സൈസിൽ ഒരു അല്പം കൂടുതലായിട്ട് നിൽക്കുന്നത്. ബാക്കി 3 സൈഡും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബെസലേ ഉള്ളൂ. എന്ത് തന്നെയായാലും നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കൊള്ളാം. ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമ്മൾ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ കണ്ടില്ലേ. ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തീവ്രത ഫീൽ ചെയ്യും. എന്തായാലും നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ. അതുപോലെ തന്നെ സാധാരണ ഫോണുകളെ അപേക്ഷിച്ച് ഇതിന്റെ ബ്രൈറ്റ്നസ് ഡിം ചെയ്യുമ്പോൾ ഉള്ള ഫ്ലിക്കറിംഗ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു കാരണം ഈ ഒരു ഫോൺ അത് 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുട്ടത്ത് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഫോൺ നോക്കിയാലും ആ ഒരു ഫ്ലിക്കർ ഫ്രീ ആയതുകൊണ്ട് തന്നെയും, ഫ്ലിക്കർ ഫ്രീ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ഇത്തരത്തിൽ PWM ഡിമ്മിംഗ് 2160 ഹെർട്സ് ഉള്ളതുകൊണ്ട് ഇനി കണ്ണിന് വലിയ ആയാസം ഉണ്ടാക്കുന്നില്ല. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞാണ് 2020
4 ഇറങ്ങിയ ഫോണുകളിൽ കൂടുതലും AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് അതങ്ങ് സ്റ്റാൻഡേർഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാം. എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേ വിഭാഗം അടിപൊളിയാണെന്ന് തന്നെ പറയട്ടെ. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൃത്യമായിട്ട് പറഞ്ഞാൽ 1300 നിറ്റ്സ് ആണ്. അതുപോലെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ട്. അപ്പോൾ ഗെയിം ഒക്കെ കളിക്കാൻ ഇതിന്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. ഈ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് അതുപോലെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ടച്ച് റെസ്പോൺസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഡിസ്പ്ലേ വിഭാഗം ടോപ്പാണ് ഈ ഒരു ഫോണിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഇതുവരെ ഡിസൈൻ നോക്കിയാലും ഡിസ്പ്ലേ നോക്കിയാലും അടിപൊളി. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്. പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും ഒരു വിഷയമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് സെറ്റപ്പ് ചെയ്തു. ഇതിനകത്ത് ഇങ്ങനെയുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും ഒന്നും യാതൊരു ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള പ്രോസസർ എന്ന് പറയുന്നത് 5G പ്രോസറാണ്. MediaTekന്റെ Dimensity 6080 എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ GT10 പ്രോയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു ഫോണിന് സാമ്യം ഉണ്ടെങ്കിലും ഒരു ഡൗൺ ഗ്രേഡ് വന്നിരിക്കുന്നത് പ്രോസറിലാണെന്ന് പറയേണ്ടി വരും. ഇൻഫിനിക്സിന്റെ GT10 Pro ഇതിൽ നിന്നും ഹയർ പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ്. അത് MediaTekന്റെ Dimensity 8050 എന്ന് പറയുന്ന പ്രോസറായിരുന്നു. ഇവിടെ 6080 എന്ന് പറയുന്ന പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഫിഗേഴ്സ് അങ്ങോട്ടും ആ 682 ഒന്ന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ GT10 പ്രോയുടെ പ്രോസറായി. അപ്പോൾ അത്തരം ഒരു പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും കുഴപ്പമില്ല. ഒരു മീഡിയം പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിലും ഫ്രെയിം റേറ്റ് അൾട്രയിൽ ഒരുവിധം തരക്കേടില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുവിധം ഓക്കെ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് മാക്സിമം നമുക്ക് 12GB റാമും അതുപോലെ 256GB ഇന്റൽ സ്റ്റോറേജും വരെ ലഭിക്കും. LPDDR4X ടൈപ്പ് റാമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിന് നൽകുന്നത്. ഭയങ്കര പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട, മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാം. ബാറ്ററിയാണ് ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ പറഞ്ഞ പോലെ 6000 mAh. അത് സാധാരണ എല്ലാ ഫോണുകളിലും പതിവല്ല. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 5000 mAh ആണ്. ഇവിടെ 6000 mAh ഉണ്ട്. അതുപോലെ 6000 mAh വരുന്ന ഫോണുകളുണ്ട്. സാധാരണ വില കുറഞ്ഞ ഫോണുകളാണ് 6000 mAh ഒക്കെ നമ്മൾ കാണാറുള്ളത്. അതിനകത്തെല്ലാം എപ്പോഴും ചാർജർ 10 വാട്ടൊക്കെയാണ് ഈ വില കുറഞ്ഞ ഫോണിൽ വരുന്നത്. പക്ഷേ ഇവിടെ 6000 mAh ബാറ്ററി വിത്ത് 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് അത് അങ്ങനെ അധികം കാണാറില്ല. ഇത്രയും ബാറ്ററി mAh കൂടുതലും അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒരുമിച്ച് അങ്ങനെ അധികം കാണാറില്ല. അതെന്തായാലും ഈ ഒരു ഫോണിൽ കണ്ടു. 6000 വിത്ത് 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 19 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ 6000 mAh ആയിട്ട് പോലും 50% ചാർജിംഗിൽ എത്തിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. അപ്പോൾ ഗെയിം ഒക്കെ കളിക്കുന്നവർക്ക് ഈ ഒരു ഫോണിന്റെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി ഒരുപാട് സഹായിക്കും. അത്രയും ബാറ്ററി mAh നൽകിയിരിക്കുന്നുണ്ട് തന്നെ. നേരത്തെ GT10 പ്രോയിലുള്ള ഒരു കുഴപ്പം 5000 mAh ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 6000 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളത് ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ 6000 mAh ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫോണിനെ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൽ നിന്ന് C-to-C കേബിൾ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഫോണിനെ 10 വാട്ട് റിവേഴ്സ് ചാർജിങ്ങിലൂടെ ചാർജ് ചെയ്യാം. അതായത് 10 വാട്ട് ഔട്ട് തരുന്ന ഒരു പവർ ബാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. 6000 mAh ഉള്ള ഒരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്യാമറയിലേക്ക് വന്നാൽ ഞാൻ ആൾറെഡി പറഞ്ഞു 108 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് വേണം എടുത്തു പറയാൻ. പിന്നെ പേരിനൊരു ഡെപ്ത് സെൻസർ 2 മെഗാ പിക്സലിന്റേതും പിന്നെ ഒരു AI സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും സെൽഫി ക്യാമറയായിട്ട് ഈ പറഞ്ഞ പോലെ 32 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു വീഡിയോ കേപ്പബിലിറ്റിയിലേക്ക് വന്നാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 2K റെസൊല്യൂഷൻ 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നാലും നമുക്ക് മാക്സിമം 2K 30 FPS കൊടുത്തിട്ടുണ്ട്. അത് ഇൻഫിനിക്സിന്റെ ഫോണിലും സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇവരൊക്കെ ചേട്ടാനുജന്മാരാണ് എന്ന് ഓർത്തോണം. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മറ്റൊരു കുറവെന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഫോണുകളിൽ ക്യാമറ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകി വരാറുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ സാധാരണ ടെക്നോ ഫോണുകൾ കാണുന്ന പോലെയല്ല. ടെക്നോ ഫോണുകൾ സാധാരണ കുറച്ച് ബ്ലോട്ട് വേസുകൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ ഒരുപാട് ബ്ലോട്ട് വേസുകൾ ഇല്ല എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഇവിടെ സ്നാപ്ചാറ്റ് അതുപോലെ പ്രീമിയം ആപ്പായിട്ടുള്ള ഫേസ്ബുക്ക് തുടങ്ങി വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ് ഒരു അല്പം ഭേദമാണ് ഇത്തവണ എന്നും എടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. ആൻഡ്രോയിഡ് വെർഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ടെക്നോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള iOS 14 വെർഷനുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. പക്ഷേ വോളിയം ഒരു ഭയങ്കര വോളിയം ഒന്നുമില്ല. ഞാൻ വോളിയം അറിയാതെ വീണ്ടും കൂട്ടിയപ്പോഴേ അറിയുന്നത് മാക്സിമത്തിൽ ഇരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഈ പറഞ്ഞ ഒരു ഭയങ്കര വോളിയം ഇല്ല, ഒരു മീഡിയം വോളിയം ആണ് കിട്ടുന്നത്. എന്തായാലും ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. സ്റ്റീരിയോ കൊടുത്തതും വലിയ കാര്യം തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. ഈ പറഞ്ഞ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഈ 5 ഹോൾ ക്യാമറയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ സൈസാണ്. നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. സിനിമയൊക്കെ കാണാൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെയും ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി ഇതിന്റെ ഫിംഗർ പ്രിന്റും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്
തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പലപ്പോഴും പല ബ്രാൻഡുകളും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു, അതും വലിയ കാര്യം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ്. ചെറിയ ചെറിയ മഴത്തുള്ളികളെയൊക്കെ ഇത് പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ NFC സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വലിയ കാര്യമാണ്. നമുക്ക് ടാപ്പ് ടു പേ ഒക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ ഐഫോണിലൊക്കെ കണ്ടതുപോലെ ഡൈനാമിക് പോർട്ട് എന്ന പേരിൽ ഇവിടെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ബേസ് വേരിയന്റ് വന്നിട്ട് 8GB 256GB ആണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം ബേസ് വേരിയന്റിൽ തന്നെ 256GB സ്റ്റോറേജ് ഓപ്ഷൻ കൊടുക്കുന്നു. സാധാരണ 128GB ആണ് ബേസ് വേരിയന്റിൽ പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇവിടെ 8GB 256. അതിന്റെ വില എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2000 രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ട് നമുക്ക് 17,999 രൂപയ്ക്ക് വാങ്ങാം. അല്ലെങ്കിൽ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 19,999 ആണ്. പർട്ടിക്കുലർ ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ 17,999 വാങ്ങാം. ഇനി ഹയർ വേരിയന്റ് വേണ്ടുന്നവർക്ക് 12GB 256 ആണ് ഇതിന്റെ ഹയർ വേരിയന്റ്. ചില ബാങ്ക് കാർഡ് ഉപയോഗിച്ചാൽ നമുക്ക് 19,999 രൂപയ്ക്ക് വാങ്ങാം. ആക്ച്വൽ പ്രൈസ് 21,999 ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്.